കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി കണ്ണൂർ തയ്യിൽ ഉരുവച്ചാലിൽ വി.കെ. രത്നവല്ലി കെ.പി. ദേവരാജൻ ദമ്പതികൾക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കൈമാറി. ജനങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും സഹകരണവും പങ്കുവയ്ക്കലാണ് നമ്മുടെ നാടിന്റെ മുഖമുദ്രയെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. ദീർഘമേറിയ ഉദ്ഘാടന പ്രസംഗത്തിന്റെ ആവശ്യകതയില്ല. ഇവിടെ പങ്കെടുത്തവരെല്ലാം തന്നെ ഹൃദയം നിറയെ, മനസ്സു നിറയെ സന്തോഷത്തിന്റെ, സംതൃപ്തിയുടെ, ആത്മഹർഷം നിറച്ചു നിൽക്കുന്നവരാണ്. ഇതിറങ്ങാൻ ഒരു വീടില്ലാത്ത ഈ കുടുംബത്തിന് നിങ്ങളെപ്പോലുള്ള സ്നേഹനിധികളായ എല്ലാവരും കൂടി ചേർന്ന് സഹായിച്ച് മനോഹരമായ ഒരു കൊച്ചുവീട് അത് നൽകുന്ന ഒരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വിശിഷ്ടമായ ചടങ്ങ്. വീടില്ലാത്തവർക്ക് മാത്രമേ അതിന് ബുദ്ധിമുട്ടറിയൂ. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി, രേഖയില്ലാത്തവർക്ക് രേഖ, വീടില്ലാത്തവർക്ക് രേഖ, വീടില്ലാത്തവർക്ക് വീട്. ഇതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ. വയനാട് ദുരന്തത്തിന്റെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അന്ന് കാലത്ത് തന്നെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം പ്രഖ്യാപിച്ചെന്ന കാര്യം വിശദീകരിക്കുന്നത് ആ വീടുകൾ പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത്, ഒഴുകിപ്പോയ നാശനഷ്ടങ്ങൾ പരിഹാരം കാണുന്നതിന് നടത്തിയിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങളോടൊപ്പം നിങ്ങളെപ്പോലുള്ള സുമനസ്സുകളായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ എത്രയേറെ ഉണ്ടായിരുന്നു എന്നും അനുഭവത്തോടെ ഓർമ്മിക്കാം. അപ്പോൾ ജനങ്ങൾ തീരുമാനിച്ചാൽ, നമ്മളെപ്പോലുള്ള തീരുമാനിച്ചാൽ സാധ്യമാക്കാൻ കഴിയാത്തതൊന്നുമില്ല എന്നതിൻ്റെ അനുഭവ സാക്ഷി കൂടിയാണ് ഈ മനോഹരമായ വീട്. അതുകൊണ്ട് നമുക്ക് ഒരു കൂട്ടായ്മ, ഒരു സഹകരണം, ഒരു സഹകരണീയത, ദുഃഖങ്ങളിലും വേദനയും സന്തോഷവും ഒക്കെ ഒരുപോലെ പങ്കുവെക്കാൻ കഴിയുന്ന ഹൃദയ വിശാലത, ഇതെല്ലാം ഉണ്ടാകേണ്ടതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യം. ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ എല്ലാം ഉണ്ട്. സദസ്സിലുണ്ട്. ഉമ്മമാരെ കണ്ട് ഞാൻ സംസാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. സാധാരണ അവർ ചോദിക്കാതെ തന്നെ ചായ ഉണ്ടാക്കി തരുന്നത്. അപ്പൊ ഉമ്മ ചോദിച്ചു, ചായ ഒന്നും ഇല്ലേ ഉമ്മ, തിരക്ക് കഴിയട്ടെ. അപ്പൊ അങ്ങനെയാണ് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മ. അതുകൊണ്ട് ഇന്ന് കാലത്താണ് തിരുവനന്തപുരത്ത് വന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും വിവിധ പരിപാടികളുണ്ട്. സൊസൈറ്റി സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവത്തിൽ നിന്നുള്ള ലാഭമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്നത്. 10.5 ലക്ഷം രൂപ മുടക്കിയാണ് 2.5 സെന്റ് സ്ഥലത്ത് വീട് നിർമ്മിച്ചു നൽകിയത്. ചടങ്ങിൽ ADM കലാഭാസ്കർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ CH ആസിമ, അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി സെക്രട്ടറി രത്നാകരൻ, വൈസ് പ്രസിഡന്റുമാരായ BP റൌഫ്, ഡോക്ടർ KC വത്സല, K ഷഹറാസ് എന്നിവർ സംസാരിച്ചു. Aster MIMS Hospital, we'll treat you well. Chala East, Kannur.